ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2026 വർഷ വാഗ്ദത്തം. ഫിലിപ്പിയർ 4:7. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്തെ ദൈവത്തിന്റെ തൃത്വത്തിൽ നമുക്ക് കാണാം. പിതാവ് എന്നത് സമാധാനത്തിന്റെ ദൈവം, സമാധാനത്തിന്റെ ദൈവം തന്നെ എന്ന് 1 തെസ്സലോനിക്കർ 5:23 എഴുതപ്പെട്ടിരിക്കുന്നു. പുത്രനെ സമാധാന പ്രഭു എന്ന് നമുക്ക് കാണാം. യെശയ്യാവ് 9:6 അവൻ സമാധാന പ്രഭു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ സമാധാനത്തിന്റെ രാജാവ് എന്ന് നമുക്ക് കാണാം. എബ്രയർ 7:1-3 വരെയുള്ള വചനങ്ങളിൽ മൽക്കിസദേക്ക് എന്ന പരിശുദ്ധാത്മാവ് ശാലേം രാജാവ് എന്ന് സമാധാനത്തിന്റെ രാജാവ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ പുതിയ വർഷത്തിൽ ദൈവം റോമർ 16:20 പ്രകാരം സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. മത്തായി 5:9 പ്രകാരം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. യെശയ്യാവ് 48:18 പ്രകാരം സമാധാനത്തിന്റെ രാജാവ് എന്നത് സമാധാനം നദി പോലെ ഓടും എന്ന അനുഭവത്തെ നമുക്ക് തരും. ഈ പുതിയ വർഷത്തിൽ ത്രിത്വ ദൈവത്തിന്റെ 3 സമാധാനത്തിന്റെ അനുഭവങ്ങളെ നമുക്ക് നോക്കാം. ആദ്യമായി നിനക്ക് സമാധാനം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 8:48. രണ്ടാമതായി നിന്റെ വീട്ടിൽ സമാധാനം, മത്തായി 10:13. മൂന്നാമതായി അന്യോന്യം സമാധാനം, മർക്കോസ് 9:50. നാലാമതായി സകല മനുഷ്യരോടും സമാധാനം, റോമർ 12:18. അഞ്ചാമതായി രാജ്യത്തിൽ സമാധാനം, റോമർ 14:17. ആറാമതായി ഭൂമിയിൽ സമാധാനം, ലൂക്കോസ് 2:14. ഏഴാമതായി സ്വർഗത്തിൽ സമാധാനം, ലൂക്കോസ് 19:37-38 വചനങ്ങൾ. ഈ പുതിയ വർഷത്തിൽ ഈ 7 സമാധാനത്തെയും നമുക്ക് പ്രാപിക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.